നെക്സ്റ്റ് എന്ന് പറയുന്നത് പാരിറ്റി ജനറേറ്റർ ഓർ പാരിറ്റി ചെക്കർ. നമ്മുടെ ഒരു മോഡ്യൂളിൻ്റെ ലാസ്റ്റ് പോർഷൻ നമ്മൾ പഠിച്ചത് ഈവൻ പാരിറ്റി ഓഡ് പാരിറ്റി ജനറേറ്റ് ചെയ്യാൻ. അതായത് ഓഡ് പാരിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഡേറ്റയ്ക്കകത്തുള്ള നമ്പർ ഓഫ് വൺസ് നോക്കും. ഓഡ് പാരിറ്റിയാണ് പറഞ്ഞിരിക്കുന്നതെങ്കിൽ നമ്പർ ഓഫ് വൺസിൻ്റെ എണ്ണം എപ്പോഴും ഓഡായിരിക്കണം. അപ്പോൾ തന്നിരിക്കുന്ന ഡേറ്റയ്ക്കകത്ത് 2 വണ്ണുകളുണ്ടെങ്കിൽ അതിനെ ഓഡാക്കാൻ എന്ത് ചെയ്യണം? ഒരു വണ്ണും കൂടി ആഡ് ചെയ്യണം. അപ്പോൾ ഓഡ് പാരിറ്റി എന്ന് പറയുന്നത് എന്തായിരിക്കും? 1. ഇൻ കേസ് നമ്മൾ തന്നിരിക്കുന്ന ഡേറ്റയ്ക്കകത്ത് 3 വണ്ണുകളുണ്ട്, ഓഡ് പാരിറ്റിയാണ് ഫോളോ ചെയ്യുന്നതെങ്കിൽ നമ്മളവിടെ എന്തായിരിക്കും ഓഡ് പാരിറ്റി? 0 ആയിരിക്കും. കാരണം 3 ഓൾറെഡി ഉണ്ട്. ഓഡായിരിക്കണം, എപ്പോഴും നമ്പർ ഓഫ് വൺസ് ഓഡായിരിക്കണം, ഇൻക്ലൂഡിങ് പാരിറ്റി ബിറ്റ്. പാരിറ്റി ബിറ്റ് ഇൻക്ലൂഡ് ചെയ്ത് നമ്മുടെ ഡേറ്റയ്ക്കകത്ത് വരുന്ന നമ്പർ ഓഫ് വൺസ് എന്ന് പറയുന്നത് ഓഡാണെങ്കിൽ ദാറ്റ് വിൽ ബി ഓഡ് പാരിറ്റി. ഈവൻ നമ്പേഴ്സ് ആണെങ്കിൽ ഈവൻ പാരിറ്റി. അത് നമ്മൾ ഫോളോ ചെയ്യുന്നതിനനുസരിച്ച്. ഓക്കെ, അപ്പോൾ അതാണ് പാരിറ്റി ജനറേറ്റർ. പാരിറ്റി ചെക്കർ എന്ന് പറയുന്നത് എന്താണ്? നമ്മളിപ്പോൾ സാധാരണ നമ്മൾ പാരിറ്റി പറഞ്ഞപ്പോൾ പറഞ്ഞു, നമ്മൾ സാധാരണ ഡേറ്റാസ് പാക്കറ്റായിട്ട് നമ്മളിങ്ങനെ ട്രാൻസ്മിറ്റ് ചെയ്യുമ്പോൾ നമ്മുടെ എയറിൽ കൂടി അല്ലെങ്കിൽ വയർലെസ് മീഡിയ അല്ലെങ്കിൽ വയേർഡ് മീഡിയത്തിൽ കൂടി ട്രാൻസ്മിറ്റ് ചെയ്യുമ്പോൾ സെൻഡർ സെൻഡ് ചെയ്ത സംഭവം തന്നെയാണോ റിസീവർ റിസീവ് ചെയ്തിരിക്കുന്നത് എന്നുള്ളത് എന്ത് ചെയ്യണം? ഫസ്റ്റ് അയാൾ റിസീവറിൻ്റെ കയ്യിലെത്തുമ്പോൾ അയാൾ ചെക്ക് ചെയ്യണം. അപ്പോൾ നമ്മളിവിടെ സെൻഡ് ചെയ്യുമ്പോൾ നമ്മൾ ആദ്യം നോക്കുന്നത് ഓഡ് പാരിറ്റിയാണ് ഫോളോ ചെയ്യുന്നത്. അപ്പോൾ ഓഡ് പാരിറ്റി ഫോളോ ചെയ്യുന്നു എന്നുള്ളത് സെൻഡറിനെയും റിസീവറിനെയും ഫസ്റ്റ് ഓഫ് ഓൾ അറിയിച്ചേക്കും. ഓക്കെ, എന്നിട്ട് നമ്മൾ കൊടുക്കുന്ന ഡേറ്റയ്ക്കകത്തുള്ള നമ്പർ ഓഫ് വൺസ് നോക്കിയിട്ട് സെൻഡർ എന്ത് ചെയ്യും? ഒരു പാരിറ്റി, എന്താണ് പാരിറ്റി ബിറ്റ് എന്നുള്ളത് കണ്ടുപിടിച്ച് അതും കൂടെ ചേർത്താണ് എവിടേക്ക് കൊടുക്കുന്നത്? റിസീവറിന് കൊടുക്കുന്നത്. അപ്പോൾ റിസീവർ ആ കിട്ടുന്ന ഇൻഫർമേഷൻസിനെ എന്ത് ചെയ്യും? അതിൻ്റെ അവസാനത്തെ ബിറ്റ് സ്കിപ്പ് ചെയ്ത് മാറ്റിയതിന് ശേഷം ഓഡ് പാരിറ്റി ആണല്ലോ ഫോളോ ചെയ്തത്, കിട്ടിയ ഡേറ്റ എന്ന് പറയുന്നതിൻ്റെ പാരിറ്റി നോക്കും, ജനറേറ്റ് ചെയ്ത് നോക്കും. ആ ജനറേറ്റ് ചെയ്ത പാരിറ്റിയും അയാൾക്ക് കിട്ടിയ ഇൻഫർമേഷൻസിനകത്തുള്ള പാരിറ്റിയും കൂടി കമ്പയർ ചെയ്യും. അത് കറക്റ്റ് ആണെങ്കിൽ കിട്ടിയ മെസ്സേജ് കറക്റ്റ്, എന്തെങ്കിലും എറേഴ്സ് ഉണ്ടെങ്കിൽ ജനറേറ്റ് ചെയ്യുന്ന പാരിറ്റിയിൽ എറർ വരും. സോ ചെക്ക് ചെയ്യുമ്പോൾ തെറ്റ് വരുമ്പോൾ എന്തെന്ന് മനസ്സിലാക്കാം? അയച്ച മെസ്സേജ് അല്ല റിസീവ് ചെയ്തതെന്ന് മനസ്സിലാക്കാം. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളാണ് പാരിറ്റി ജനറേറ്റർ ചെക്കർ. ജനറേറ്റ് ചെയ്യുന്നത് സെൻഡർ സൈഡിലും ചെക്ക് ചെയ്യുന്നത് റിസീവർ സൈഡിലുമായിരിക്കും. ഓക്കെ, അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? പാരിറ്റി ജനറേറ്റർ ഓർ ചെക്കർ എന്ന് പറയുന്നത്. പാരിറ്റി ബിറ്റ് എന്ന് പറയുന്നത് നമ്മുടെ മെസ്സേജസിനകത്ത് നമ്മൾ അഡീഷണലായിട്ട് ഇൻക്ലൂഡ് ചെയ്യുന്ന 1 അല്ലെങ്കിൽ 0 നമ്മൾ പാരിറ്റി ബിറ്റ് എന്ന് പറയുന്നത്. അത് നമ്മൾ എടുക്കുന്ന ഓഡ് പാരിറ്റിയോ ഈവൻ പാരിറ്റിയോ അനുസരിച്ചിരിക്കും. ഓക്കെ, അപ്പോൾ ആ മെസ്സേജ്, നമ്മുടെ പാരിറ്റി ബിറ്റ് ഇൻക്ലൂഡ് ചെയ്ത മെസ്സേജാണ് സെൻഡർ ട്രാൻസ്മിറ്റ് ചെയ്യുന്നത്. അപ്പോൾ റിസീവർ എന്ത് ചെയ്യും? അതിനെ ഒന്നും കൂടി ജനറേറ്റ് ചെയ്ത് ചെക്ക് ചെയ്ത് നോക്കും. കറക്റ്റ് ആണെങ്കിൽ എന്ത് ചെയ്യും? മെസ്സേജ് റിസീവ് ചെയ്യും. ഇല്ല എങ്കിൽ തെറ്റായ ഇൻഫർമേഷൻ ആണ് എന്നുള്ളത് ഡിസ്പ്ലേ ചെയ്യിക്കുന്നുണ്ടാവും. ഓക്കെ, അപ്പോൾ നമ്മൾ ട്രാൻസ്മിറ്റർ എന്ന് പറയുന്നത് പാരിറ്റി ജനറേറ്റർ ഓപ്ഷനും റിസീവർ എന്ന് പറയുന്നത് പാരിറ്റി ചെക്കർ ഓപ്ഷനുമാണ് ചെയ്യുന്നത്. ഒരാൾ ചെക്ക് ചെയ്യുന്നു, ഒരാൾ എന്ത് ചെയ്യുന്നു? ജനറേറ്റ് ചെയ്യുന്നു. അപ്പോൾ അതിൻ്റെ ഒരു എക്സാമ്പിൾ എന്ന് പറയുന്നത് 3 ബിറ്റ് ഓഡ് പാരിറ്റി ജനറേറ്റർ. 3 ബിറ്റ് ഓഡ് പാരിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഓഡ് പാരിറ്റി എന്ന് പറഞ്ഞാൽ നമ്പർ ഓഫ് വൺസ് എപ്പോഴും ഓഡ് നമ്പർ ഓഫ് വൺസ് ആയിരിക്കണം, ഇൻക്ലൂഡിങ് പാരിറ്റി ബിറ്റ് ആണ്. അപ്പോൾ ഒരു 3 ബിറ്റ് മെസ്സേജ് ട്രാൻസ്മിറ്റ് ചെയ്യണം. ഓഡ് പാരിറ്റി ബിറ്റ് ആണ് നമുക്കുള്ള മെസ്സേജ്. XYZ ആണ് ഇൻപുട്ട് മെസ്സേജ് ബിറ്റ്. P എന്ന് പറയുന്നതാണ് നമ്മുടെ പാരിറ്റി ബിറ്റ്. അപ്പോൾ നമ്മുടെ ഓഡ് പാരിറ്റി ഫോളോ ചെയ്യുമ്പോൾ ബിറ്റിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് എന്തായിരിക്കും? P നമ്മുടെ ഓഡ് വാല്യൂ, ഓഡ് നമ്പർ ഓഫ് വൺസ് ആയിരിക്കണം മെസ്സേജിനകത്ത് വരുന്നത്. അതായത് XYZ 111 ആണെങ്കിൽ പാരിറ്റി എന്തായിരിക്കും? 0. കാരണം ഓഡ് പാരിറ്റിയാണ്, നമ്പർ ഓഫ് വൺസ് എപ്പോഴും ഓഡ് നമ്പറിലായിരിക്കണം. അപ്പോൾ ഓൾറെഡി അവിടെ 3 1 ഉണ്ട്. അപ്പോൾ പാരിറ്റി ബിറ്റായ P എന്ന് പറയുന്നത് 0 ആയിരിക്കും. ഇൻ കേസ് എക്സും ഇസഡും 1 ആണ്, Y 0 ആണ്. അപ്പോൾ അവിടുത്തെ നമ്പർ ഓഫ് വൺസ് 2 ആണ്, അതായത് ഈവൻ ആണ്. അപ്പോൾ അത് ഓഡാക്കാൻ എന്ത് ചെയ്യണം? ഒരു 1 കൂടി കൊടുക്കണം. സോ പിയുടെ വാല്യൂ എന്തായിരിക്കും? 1. അങ്ങനെയാണ് നമ്മൾ പാരിറ്റി ജനറേറ്റ് ചെയ്യുന്നത്. ഈവൻ ആണോ ഓഡാണോ എന്നനുസരിച്ച്. ഇവിടെ നമുക്ക് ഓഡെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമ്പർ ഓഫ് വൺസ് എപ്പോഴും എന്തായിരിക്കണം? ഓഡ് നമ്പറിലായിരിക്കണം. ഒന്നുകിൽ 1 ആയിരിക്കണം, അല്ലെങ്കിൽ 3 ആയിരിക്കണം, അല്ലെങ്കിൽ 5 ആയിരിക്കണം, ആ ഓപ്ഷനിൽ.
ഇവിടെ നമ്മൾ 3 ബിറ്റ് മെസ്സേജാണ് പറഞ്ഞേക്കുന്നത് എക്സ് വൈ ഇസഡ്. അപ്പോൾ അതിൻ്റെ വാല്യൂസ് വെച്ചിട്ടാണ് പി എന്ന് പറയുന്ന പാരിറ്റി ബിറ്റ് ജനറേറ്റ് ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ ട്രൂത്ത് ടേബിൾ വെച്ചിട്ട് പി 1 ആവുന്ന സമയത്ത് വെൻ ദ നമ്പർ ഓഫ് വൺസ് എക്സ് വൈ ഇസഡിനകത്തുള്ളത് ഈവൻ ആണ്, അങ്ങനെ ആവുമ്പോഴാണ് പി 1 ആവുന്നത്. ഓക്കെ. പിന്നെ അതുപോലെ പി എന്ന് പറയുന്നത് 0 ആവുന്നതെന്ന് പറയുന്നത് എക്സ് വൈ ഇസഡിനകത്ത് ഓഡ് നമ്പർ ഓഫ് വൺസ് വരുമ്പോഴാണ് പി 0 ആവുന്നത്. അപ്പോൾ അത് രണ്ടും നമ്മൾ കറസ്പോണ്ടിങ് എക്സ്പ്രസ് ചെയ്യുമ്പോൾ നമ്മുടെ ഇക്വേഷൻ എന്ന് പറയുന്നത് ഒന്നുകിൽ പി ഈസ് ഈക്വൽ ടു എക്സ് എക്സ് നോർ വൈ എക്സ് ഓർ ഇസഡ്, അല്ലെങ്കിൽ തിരിച്ച് എക്സ് ഓറോ എക്സ് നോറോ നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും തിരിച്ച് നമുക്ക് യൂസ് ചെയ്യാവുന്നതാണ്. ഓക്കെ. നമ്മൾ ആ ടേബിൾ ഓഡ് പാരിറ്റിയുടെ ടേബിൾ വരച്ച് കഴിഞ്ഞാൽ എക്സ് വൈ ഇസഡ്, അതിൻ്റെ എക്സ് വൈ ഇസഡ് എന്ന് പറയുമ്പോൾ എത്ര ബിറ്റാണ്? 3 ബിറ്റിൻ്റെ മാക്സിമം കോമ്പിനേഷൻ 8 അല്ലേ? സോ 0 0 0 ആകുമ്പോൾ അവിടെ ഒരു വണ്ണും ഇല്ല. പക്ഷേ ഓഡ് പാരിറ്റി നമ്മൾ ഫോളോ ചെയ്യണം, നമ്പർ ഓഫ് വൺസ് ഓഡായിരിക്കണം. അപ്പോൾ അവിടെ ഒന്നില്ലാത്തത് കൊണ്ട് പിയുടെ വാല്യൂ എന്തായിരിക്കും? 1. അപ്പോൾ ഇൻക്ലൂഡിങ് ദാറ്റ് മെസ്സേജ്, ഇൻക്ലൂഡിങ് പാരിറ്റി മെസ്സേജിനകത്ത് ഒരു 1 വന്നു. അടുത്തത് 0 0 1 ആകുമ്പോൾ അവിടെ ഓൾറെഡി ഒരു 1 ഉണ്ട്. സോ അത് ഓഡിനെ അനുസരിച്ച് വരുന്നതാണ്. സോ പിയുടെ വാല്യൂ 0 ആയിരിക്കും. 0 1 0 ആണെങ്കിലും ആ കേസ് തന്നെയാണ്. 0 1 1 എന്ന് പറയുമ്പോൾ മെസ്സേജിനകത്ത് 2 1 ഉണ്ട്. 2 1 എന്ന് പറയുമ്പോൾ ഈവൻ ആണ്. അത് ഓഡാക്കാൻ എന്ത് ചെയ്യും? പിയുടെ വാല്യൂ 1. അപ്പോൾ അതിനകത്ത് ഓഡ് നമ്പർ ഓഫ് വൺസ് ആവും. 1 0 0 ആകുമ്പോൾ പി എന്ന് പറയുന്നത് 0. 1 0 1 ആകുമ്പോൾ 1 ആണ്. 1 1 0 ആകുമ്പോൾ 1 ആണ്. 1 1 1 കേസിൽ 3ഉം 1 ആവുന്ന കേസിൽ പിയുടെ വാല്യൂ 0 ആയിരിക്കും. കാരണം നമുക്ക് ഓൾറെഡി ഓഡ് നമ്പർ ഓഫ് വൺസ് ആണ് അതിനകത്തുള്ളത്. ഇനി പിക്ക് 1 കൂടെ കൊടുത്തു കഴിഞ്ഞാൽ അത് ഇവൻ ആയിപ്പോവും. അപ്പോൾ അത് ഇവൻ ആവാൻ പാടില്ല, കാരണം ഓഡാണ് നമ്മൾ ചെയ്യുന്നത്. അതുകൊണ്ടാണ് പിയുടെ വാല്യൂ 0 ആക്കുക. എന്നിട്ട് നമ്മൾ അതിന് കറസ്പോണ്ടിങ് പിക്ക് എന്ത് ചെയ്യുക? കെ മാപ്പ് യൂസ് ചെയ്ത് സിംപ്ലിഫൈ ചെയ്ത് നോക്കുക. അപ്പോൾ നമുക്ക് കിട്ടുന്നത് പി എന്ന് പറയുന്നത് എക്സ് എക്സ് ഓർ വൈ എക്സ് ഓർ ഇസഡ്. ഓക്കെ. നമ്മൾ പിക്ക് കറസ്പോണ്ടിങ് ഒരു കെ മാപ്പ് വെച്ച് സിംപ്ലിഫൈ ചെയ്താൽ ഇതുപോലെയാണ് നമുക്ക് വരിക. ഇതുപോലെ വരിക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യത്തേത് എക്സ് ബാർ വൈ ബാർ ഇസഡ് പ്ലസ് എക്സ് ബാർ വൈ ഇസഡ്, ദെൻ അത് കഴിഞ്ഞിട്ട് എക്സ് വൈ ബാർ ഇസഡ് എക്സ് വൈ ഇസഡ് ബാർ. ഇനി ആദ്യത്തെ കേസിൽ നമ്മൾ ഇതിൽ നിന്ന് എടുക്കുകയാണെങ്കിൽ എക്സ് ബാർ കോമൺ എടുത്തു കഴിഞ്ഞാൽ വൈ ബാർ ഇസഡ് ബാർ പ്ലസ് വൈ ഇസഡ്. ഇതെന്താണ്? വൈ ബാർ ഇസഡ് ബാർ പ്ലസ് വൈ ഇസഡ്. അത് വൈ എക്സ് നോർ ഇസഡ് ആണ്. വൈ എക്സ് നോർ ഇസഡ് നമ്മൾ ഫുൾ ആർഡറൊക്കെ സർക്യൂട്ട് ഡിസൈൻ ചെയ്തപ്പോൾ നമ്മൾ ചെയ്തതാണ്. ഓക്കെ. വൈ എക്സ് നോർ ഇസഡ്. വൈ എക്സ് നോർ ഇസഡ് എന്ന് പറയുന്നത് എന്തായിരിക്കും? വൈ എക്സ് ഓർ ഇസഡിൻ്റെ കോംപ്ലിമെൻ്റ് ആയിരിക്കും. ഓക്കെ. അപ്പോൾ അതനുസരിച്ചുള്ള സർക്യൂട്ട് ഡയഗ്രമാണ് നിങ്ങൾക്ക് കിട്ടുന്നത്. ഇതാണെങ്കിൽ എക്സ് ഓഫ് വൈ ബാർ ഇസഡ് പ്ലസ് വൈ ഇസഡ് ബാർ. ഇതെന്താണ്? വൈ എക്സ് ഓർ ഇസഡ്. അതാണ് അവിടെ നമ്മൾ ഇക്വേഷൻ ചെയ്തേക്കുന്നത്. ഓക്കെ. അതനുസരിച്ചുള്ള സർക്യൂട്ട് ഡയഗ്രമാണ് നമ്മളവിടെ വരച്ചേക്കുന്നത്. ആ സർക്യൂട്ട് ഡിസൈൻ ചെയ്തേക്കുന്നതാണ് വരച്ചേക്കുന്നത്. ദെൻ ഓഡ് പാരിറ്റി ചെക്കർ. ഇതിപ്പോൾ നമ്മുടെ ഓഡ് പാരിറ്റി ജനറേറ്ററാണ്. ഇനി അപ്പുറത്ത് എന്ത് ചെയ്യണം? അത് ചെക്ക് ചെയ്യണം. ഡെസ്റ്റിനേഷൻ സമയത്താണ് നമ്മൾ ചെക്ക് ചെയ്യുന്നത്. അപ്പോൾ ആ ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് റിസീവർ മെസ്സേജ് എന്ത് ചെയ്യും? റിസീവ്ഡ് മെസ്സേജും പാരിറ്റി ബിറ്റും കൂടി എടുത്തിട്ട് എന്ത് ചെയ്യും? നമ്മൾ വീണ്ടും ചെക്കർ നമ്മുടെ മെസ്സേജ് വെച്ചിട്ടുള്ള പാരിറ്റി ജനറേറ്റ് ചെയ്യും. ആ ജനറേറ്റ് ചെയ്ത പാരിറ്റിയും നമുക്ക് കിട്ടിയ പാരിറ്റിയും തമ്മിൽ ചെക്ക് ചെയ്യും. ചെക്ക് ചെയ്തത് കറക്റ്റ് ആണെങ്കിൽ മെസ്സേജ് കറക്റ്റ്, അതർവൈസ് ദ മെസ്സേജ് എന്ന് പറയുന്നത് കറപ്റ്റഡ് ആയി എന്ന് നമുക്ക് പറയാം. ഓക്കെ. ഓക്കെ. അപ്പോൾ നമ്മുടെ റിസീവർ സൈഡിൽ എന്താ ചെയ്യുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്തായിരിക്കും? 2 രീതിയിൽ ചെയ്യാം. ഒന്നെന്ന് പറയുന്നത് നമ്മുടെ ആ പാരിറ്റി ബിറ്റ് മാറ്റി വെച്ചിട്ട് ബാക്കിയുള്ളത് 3 ബിറ്റിൻ്റെത് ചെയ്യാം. ഇല്ല എങ്കിൽ നമുക്ക് ആ പാരിറ്റി ബിറ്റും കൂടെ ചേർത്ത് 4 ബിറ്റ് വെച്ചിട്ട് നമുക്ക് പാരിറ്റി ചെക്ക് ചെയ്യാം. അപ്പോൾ ഇവിടെ നമ്മൾ 4 ബിറ്റ് വെച്ചിട്ടുള്ള പാരിറ്റി ബിറ്റാണ് ചെക്ക് ചെയ്യുന്നത്. അതായത് റിസീവ് ചെയ്തത് ഇങ്ങനെയാണെങ്കിൽ എന്തായിരിക്കും എന്നുള്ളതാണ് പറയുന്നത്. ഓക്കെ. അപ്പോൾ നമ്മൾ നേരത്തെ ചെയ്തത് വെച്ച് വീണ്ടും എന്ത് ചെയ്യും? എക്സ് 0 ആകുമ്പോഴും എക്സ് 1 ആകുമ്പോഴും ഉള്ള കണ്ടീഷൻസ് ആയിട്ട് അങ്ങ് എഴുതും. അതായത് 4 ബിറ്റ് അല്ലേ? 4 ബിറ്റ് എന്ന് പറഞ്ഞാൽ 0 0 0 0 0 1
0010 അങ്ങനെ നമ്മുടെ 15 കോമ്പിനേഷൻസ് നമ്മൾ എഴുതും. എന്നിട്ട് നമ്മൾ പാരിറ്റി ചെക്ക് ചെയ്യും. ആദ്യത്തെ കേസിൽ നമുക്ക് 000 ആയതുകൊണ്ട് അവിടെ ഒരു 1ഉം ഇല്ല. അപ്പോൾ സി എന്ന് പറയുന്നത് എന്തായിരിക്കും? 1 ആയിരിക്കും. അടുത്തത് 001 ആണെങ്കിൽ അവിടെ ഓൾറെഡി 1 ഉള്ളത് കൊണ്ട് 0 ആയിരിക്കും. അടുത്ത കേസിൽ എന്തായിരിക്കും? 0 ആയിരിക്കും. അടുത്ത കേസിൽ 1. അപ്പോൾ അതേമാതിരി നമ്മൾ ആ സിയുടെ കോളം ഫുൾ അങ്ങ് ചെക്ക് ചെയ്തതിന് ശേഷം നേരത്തെ ചെയ്തതുപോലെ നമ്മൾ എന്ത് ചെയ്യും? സിക്ക് വേണ്ടിയിട്ട് 4 ബിറ്റ് കെ മാപ്പ് വരയ്ക്കും. കെ മാപ്പ് വരച്ചിട്ട് സിക്ക് 1 ആയിരിക്കുന്ന ലൊക്കേഷൻസിൽ 1 ഇട്ടിട്ട് ഗ്രൂപ്പ് ചെയ്യാൻ പറ്റുന്നതെല്ലാം ഗ്രൂപ്പ് ചെയ്ത് നമ്മൾ ഇക്വേഷൻ കണ്ടുപിടിക്കും. ആ ഇക്വേഷൻ വെച്ചിട്ടുള്ള സർക്യൂട്ട് ഡയഗ്രമാണ് ഈ വരച്ചിരിക്കുന്നത്. ഓക്കെ. അപ്പോൾ ആദ്യം ചെയ്യുന്നത് എന്താണ്? നമ്മൾ ആദ്യം നമ്മുടെ ചെക്കിംഗ് സൈഡിൽ നമ്മൾ 4 ബിറ്റാണ് റിസീവ് ചെയ്തത്. എന്താ? XYZ എന്ന് പറയുന്നത് നമ്മുടെ മെസ്സേജും പി എന്ന് പറയുന്നത് നമ്മുടെ പാരിറ്റിയാണ്. അപ്പോൾ ആ 4ഉം കൂടി ചേർത്തിട്ട് നമ്മളൊരു കോമ്പിനേഷനായിട്ട് എഴുതുന്നു. എന്നിട്ട് നമ്മൾ വീണ്ടും റിസീവർ സൈഡിൽ പാരിറ്റി ജനറേറ്റ് ചെയ്യുന്നു. ആ പാരിറ്റിയാണ് നമ്മൾ സി കൊണ്ട് ഉദ്ദേശിക്കുന്നത്. എന്നിട്ട് സിക്ക് നമ്മൾ എന്ത് ചെയ്യും? 4 ബിറ്റിൻ്റെ ആകുമ്പോൾ കെ മാപ്പ് വരയ്ക്കും. 4 ബിറ്റിൻ്റെ കെ മാപ്പ് വരച്ചിട്ട് സി 1 ആവുന്ന ലൊക്കേഷൻസിൽ കൊടുക്കുക. ദെൻ അതിനെ ഗ്രൂപ്പ് ചെയ്യുക. ഗ്രൂപ്പ് ചെയ്ത് കിട്ടുന്നത് വെച്ചിട്ട് എന്ത് ചെയ്യുക? സർക്യൂട്ട് ഡയഗ്രാം വരയ്ക്കുക. അപ്പോൾ കിട്ടുന്ന സർക്യൂട്ട് ഡയഗ്രമാണിത്. ഓക്കെ. അപ്പോൾ അത്രയാണ് നമ്മുടെ ഇന്നത്തെ പോർഷൻസ്. ഇനി നമുക്ക് ഇതിനകത്ത് ഒരു 2 കാര്യങ്ങളും കൂടി ഈ മോഡ്യൂളിലുണ്ട്. ഡീകോഡേഴ്സ് ആൻഡ് എൻകോഡേഴ്സ് എന്ന് പറയുന്നത്. അത് നമ്മൾ ഈ മൾട്ടിപ്ലക്സർ ഡിമൾട്ടിപ്ലക്സർ പഠിച്ചതുപോലെയുള്ള ടെക്നിക്ക് തന്നെയാണ് അവിടെ യൂസ് ചെയ്യുന്നത്. അപ്പോൾ അത് നമുക്ക് അടുത്ത ക്ലാസ്സിൽ നോക്കാം. അപ്പോൾ ഇതുവരെയുള്ളത് ഓക്കെയാണ്. ഓക്കെ.